കുറച്ച് നാളുകളായിട്ട് ദീർഘദൂര ഓട്ടം അല്ലെങ്കിൽ മാരത്തോൺ പ്രോഗ്രാംസിനായിട്ട് അതിൽ പങ്കെടുക്കാനും നമ്മുടെ സ്റ്റാമിന ഒന്ന് ടെസ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളൊക്കെ പങ്കെടുത്തിട്ടുള്ള അനുഭവങ്ങൾ കേട്ടിട്ട് ഒരു ത്രില്ലടിച്ചിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. വലിയ രസമാണത്. അതിനുള്ള സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കുക, സ്ലോ പേസിൽ ആരംഭിക്കുക, ഹാർട്ട് ബീറ്റ് സ്റ്റെബിലൈസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ ഒരു രസമായിട്ട് നമ്മളത് തുടങ്ങി. അതിനിടയിൽ 2 ഈവൻറ്റ്സ് നമ്മുടെ ചാലക്കുടി റോട്ടറി ക്ലബ്ബ് അതിരപ്പള്ളിയിൽ നടത്തിയ 2024 ഏപ്രിലും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി 23 അതിരപ്പള്ളിയിൽ നടത്തിയ 2 ഈവൻറ്റ്സിന് പങ്കെടുക്കാൻ സാധിച്ചു. 21 കിലോമീറ്റർ കാറ്റഗറിയിലാണ്. അത് നിയമപരമായിട്ട് അവർ പറയുന്ന 3.5 മണിക്കൂർ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ നമുക്കത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈവൻറ്റിനെ കുറിച്ചിട്ടോ അങ്ങനത്തെ കാര്യങ്ങളല്ല. ഞാൻ അവിടെ പരിചയപ്പെട്ട ഒരാളെ ഒന്ന് പരാമർശിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്കൊന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കൂടി ഇടുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പരിപാടിയാണ്. അതായത് വലിയ വലിയ കാറുകളിൽ പല വർണ്ണങ്ങളിലുള്ള ജേഴ്സികളായിട്ട് ബിബ്സൊക്കെ ധരിച്ച് ഭയങ്കര എന്താ പറയുക, നമ്മളുടെ ഒരു സോഷ്യൽ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ കാണുമ്പോൾ ഇത് ചാലക്കുടിയിലൊക്കെ നടക്കുമോ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ വരുന്ന ആളുകളുടെ ഒരു സെറ്റപ്പും പിന്നെ അവിടുത്തെ വാമപ്പിൽ നടക്കുന്ന സൂംബ ഡാൻസ് നൃത്തച്ചുവടുകളും അതുപോലെ തന്നെ അവിടുത്തെ ക്രമീകരണങ്ങളും എല്ലാം നല്ല ഹൈ സ്റ്റാൻഡേർഡ് സംഭവമാണ്. അതിൽ വളരെ കൃത്യമായിട്ട് ഓട്ടം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരുപാട് പ്രൊഫഷണൽ റണ്ണേഴ്സ് പങ്കെടുക്കുന്ന ഈവൻറ്റുകളാണ് ഒട്ടുമിക്ക മാരത്തോൺ ഈവൻറ്റ്സും, അതായത് 21-42 അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അവിടെ രാവിലെ കൂരിട്ടിൽ രാവിലെ തന്നെ ചെല്ലുമ്പോഴാണ് നമ്മൾ കാറുകൾ വരുന്നു, പാർക്ക് ചെയ്യുന്നു, ആൾക്കാർ വരുന്നു, പിന്നെ വാമപ്പ് ചെയ്യുന്നു, ഭയങ്കര DJ മ്യൂസിക്, ആകെ ബഹളമായാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എനർജി അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഇരുട്ടത്ത് തന്നെ 6 മണിക്കാണ് ഫ്ലാഗ് ഓഫ്. നമ്മൾ കൂട്ടമായിട്ട് ഓടുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചധികം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഏകദേശം 110 പേരാണ് 21 കിലോമീറ്റർ കാറ്റഗറിയിൽ ഓടുന്നത്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടാണ്. എനിക്ക് കഴിഞ്ഞ മാസം ഒരു ട്രക്കിങ്ങിൻ്റെ ഇടയിൽ മുട്ടുകാലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ തന്നെ ഡൗട്ട് ഉണ്ട്, എവിടെയെങ്കിലും വെച്ചൊരു ഇറക്കിറങ്ങുമ്പോൾ ഒരു സൂചി കുത്തണ പോലെ വേദന വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. ഇത് അതേപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ മനസ്സിൽ വിചാരിച്ചത് സംഭവിക്കും. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റിഫ്രഷ്മെന്റ് ഏരിയയിൽ നമുക്ക് ഈ തണ്ണിമത്തനും സാധനങ്ങളൊക്കെ തിന്നാൻ തരും, പിന്നെ ഇലക്ട്രോലൈറ്റ് വെള്ളം, അത് ഇത് എന്തൊക്കെയോ കുറെ അതൊക്കെ വാരി വലിച്ച് തിന്ന് കഴിഞ്ഞൊരു ഇറക്കിറങ്ങി പെക്കിട്ടിക്കുന്നൊരു സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാടിയെന്ന്. അപ്പം ഞാൻ ഓട്ടം പതുക്കെ നിർത്തി, നടന്നു നോക്കി വലിയ കുഴപ്പമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ലൂപ്പ് എടുത്തിട്ട് റിട്ടേൺ ചെയ്ത് ഇതേ റൂട്ടിലാണ് വരണം. അങ്ങനെ ഒരു 11+11 അങ്ങനെ ഒരു 21 പോയിന്റ് സംതിങ് ആണ് നമ്മളത് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഹാഫ് മാരത്തോൺ. അപ്പോൾ ഈ സ്ലോയിൽ പോകുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 7 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ പിന്നിടുമ്പോൾ ആ ലൂപ്പ് റിട്ടേൺ പോയിന്റിൽ ലൂപ്പ് എടുത്തിട്ട് തിരിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഓട്ടക്കാരെ കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, ആദ്യമായിട്ട് വരുന്ന പുള്ളിനെ ശ്രദ്ധിച്ചു. പിന്നെ അതിൻ്റെ പിറകെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടുതൽ വന്നു തുടങ്ങി. അങ്ങനെ കുറേ പേര് നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം എതിർ ഡയറക്ഷനിൽ. അങ്ങനെ നമ്മളും ലൂപ്പ് എടുത്ത് ഒരു കണക്കിന് ആഞ്ഞ് പിടിച്ച് ഞാൻ വലിഞ്ഞ് ഒരു വശക്കേടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വശക്കേടായി എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. വേറെ നല്ല നടന്ന് വശക്കേടായതാണ്. ഓടിയിട്ട് വശക്കേടാവണതല്ല. പിന്നെ കുറേ തണ്ണിമത്തിന് പഠിച്ചപ്പോഴേ ഒരു കിക്കായി. നമ്മളവിടെ എത്തിക്കഴിഞ്ഞ് ഈ എല്ലാവർക്കും മെഡൽ കിട്ടും. മെഡലൊക്കെ എടുത്ത് ഐ ആം എ 21 കിലോമീറ്റർ ഫിനിഷർ എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ കയറി സെൽഫി എടുക്കുക, ഇതിന് ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ ഇട്ട് പിന്നെ ആൾക്കാർ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക്, അത് ഇത് ഭയങ്കര ബഹളം. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ആഘോഷം, ഭയങ്കര ചിൽ വൈബ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര സെറ്റപ്പ്. അതിൻ്റെ ഇടയ്ക്ക് 3 കിലോമീറ്റർ 10 കിലോമീറ്റർ കാറ്റഗറി വേറെ ആൾക്കാർ ഓടേണ്ട, അവർ തിരിച്ചു വരുന്നു, അവിടെ ഫോട്ടോ എടുക്കുന്നു, ഇവിടെ ചാടി മറിയുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോ ഈവൻസിലും ഓരോ വ്യക്തികളെ, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന ചില കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാനായിട്ടൊരു അവസരം കൂടെ കിട്ടും എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരുപാട് പബ്ലിക്കൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാംസിൽ പോയാൽ കിട്ടുന്ന മറ്റൊരു മെച്ചം. അതായത് നമ്മളിതൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാറിലാണ് ഞാൻ രാവിലെ വന്നത്.
അവൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടുന്ന ആളാണ്. പിന്നെ അവൻ ഉച്ചയ്ക്ക് 12 മണിക്ക് അവൻ്റെ കുടുംബത്തേക്ക് പോകണം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ എന്നെ നോക്കി നിൽക്കണ്ട, നീ വിട്ടോ. അവന് വലിയ സന്തോഷമായി, അല്ലെങ്കിൽ ഞാനൊരു പണിയാവും അവനെ. അപ്പം അവൻ അവിടെ നിന്ന് സ്ഥലം, അപ്പോൾ അവൻ്റെ കാറിലാണ് വെളുപ്പിന് ചാലക്കുടിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോയത്. തിരിച്ച് ഞാൻ ബസ്സിൽ വരണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല എന്നുള്ളത്. ജിപേ ആണ് നമ്മൾ കൊണ്ട് കിടക്കണേ. ബസ്സുകാർക്ക് ജിപേ കൊടുത്തു കഴിഞ്ഞാൽ നല്ല തെറിയേക്കും. ഞാൻ ജിപേ വെച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ പുറത്തേക്ക് കടന്ന് സിൽവർ സ്റ്റോൺ പാലത്തിൻ്റെ അടുത്തൊരു ചായക്കടക്കാരൻ, പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെയും ആൾക്കാർക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. കാരണം ഇതൊക്കെ ജനങ്ങളോട് പറയേണ്ട. ഞാൻ 10 കിലോമീറ്റർ ഓടി, മക്കളെ നിങ്ങൾ വിശ്വസിച്ചോ എന്നുള്ള മട്ടിൽ ആ തിക്കും തരത്തിലിടയ്ക്ക് ഞാൻ ഈ ചായക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഒരു 50 രൂപ ജിപേ ചെയ്ത്, ചേട്ടാ 50 രൂപ ക്യാഷായിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാൻ ബസ്, വളരെ നല്ല കാര്യം പോലെ എന്ന് പറഞ്ഞാൽ ആള് നല്ല ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ആ പൈസ എടുത്തു തന്നു. അതിനിടയ്ക്ക് പുള്ളി ചോദിച്ചു, ഈ ചാമ്പ്യനൊന്ന് കാണാൻ പറ്റും നമുക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചാമ്പ്യന്മാരൊക്കെ നേരത്തെ തന്നെ കാറിലേക്ക് കുടുംബത്തേക്ക് പോയിട്ടുണ്ടാവും. കാരണം അവരുടെ ഓട്ടൊക്കെ എപ്പോഴും കഴിഞ്ഞു. ഞാൻ ഞൊണ്ടി ലാസ്റ്റ് വന്ന കാരണം ഞാൻ ലാസ്റ്റാ. അപ്പം ചാമ്പ്യന്മാരെ കാണാൻ ബുദ്ധിമുട്ടാ ചേട്ടാ, പിന്നെ നാളത്തെ പേപ്പറിലൊക്കെ ചിലപ്പോൾ വരുമായിരിക്കാന്ന് പറഞ്ഞു. പളാന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പയ്യെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. ചാലക്കുടി ബസ് നോക്കി ഇരിപ്പാണ്. അനങ്ങാൻ വയ്യ, മേലൊക്കെ നല്ല പിടുത്ത, അരയ്ക്ക് കീഴ്പോട്ടൊക്കെ ഒരു മരേച്ച പോലെ ഇങ്ങനെ. അവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇരുന്ന് പോവും. പിന്നെ നമ്മളെ പിടിച്ചേൽപ്പിക്കണമെങ്കിൽ 2 ആൾ വേണം. ആ പരുവത്തിലാണ് ഇരിക്കണേ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഇടത്ത് വശത്ത് നോക്കിയപ്പോൾ നല്ല കണ്ടുപരിചയമുള്ളൊരു മുഖം. ഒന്നുകൂടി നോക്കി. അപ്പോൾ ആളൊരു ഭാവ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണ ഒരു പാവം താടി വെച്ച ചേട്ടൻ. അപ്പം എനിക്ക് ചിലപ്പോൾ ഒരു കഴിവെന്നാണ് എന്താണെന്ന് പറയുക. ചില ആൾക്കാരെ നമ്മൾ ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ രജിസ്റ്ററായി കിടക്കും. പിന്നെ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് നമുക്കത് ഇങ്ങോരെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നണ ചില പരിപാടികൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങോരെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്ര പണ്ടൊന്നല്ല, ഇന്ന് രാവിലെ അല്ലേ കണ്ടേ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നോക്കി അടിമുടി. ആളൊരു കള്ളി ചെക്ക് ഷർട്ടും ഒരു പാൻറ്റും ഒരു ചെരുപ്പൊക്കെ ഇട്ടൊരു പാവ മനുഷ്യൻ. ഞാനിങ്ങനെ ചോദിച്ചു, ഓട്ടത്തിനെങ്ങാനും വന്നതാണോ? ആ ചോദ്യത്തിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ആളെ പിടികിട്ടി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ എൻ്റെ ഫസ്റ്റ് റൗണ്ട് നേരെ പോകുന്ന സമയത്ത് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടുന്ന ആളുകളിൽ വെച്ചിട്ട് ഒന്നാമനായിട്ട് വരുന്ന ഒരു താടിക്കാരനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. നല്ല മെലിഞ്ഞ് കൊലുന്നനെ നീളം കൈകളും നീളം കാലുകളായിട്ട് നല്ല എണ്ണയിട്ട മെഷീൻ പോലെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് വരുന്നൊരു തീപ്പന്തം പോലെയായിരുന്നു അയാളുടെ ഓട്ടം. അപ്പം മനസ്സിലാളുടെ മുഖം അവിടെ കിടപ്പുണ്ട്. പക്ഷെ ആ സമയത്ത് ആൾക്ക് ജേഴ്സിയും ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആൾ സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ മോന്ത അതുപോലെ തന്നെയാണ്. ഓടാൻ വന്നാണോ? അതെ. പ്രൈസ് അടിച്ചാ? ഫസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ച ആൾ തന്നെയാ. ചേട്ടൻ രാവിലെ അവിടെ നിന്ന് കത്തിച്ച് വരണ്ടായിരുന്നല്ലോ. ഞാൻ തന്നെയാ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ കൊല്ലവും വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ കഥയാണ് ഞാൻ പറയാൻ പോണത്. കഥയൊന്നുമല്ല, പെട്ടെന്നൊരു കാര്യം പറയാം. കഴിഞ്ഞ വർഷം പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയണോണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പുള്ളി ഒരു സാധാരണ, എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു പുള്ളിയാണ്. ദൂരെ എടപ്പാളാണ് പുള്ളിയുടെ വീട്. വാട് ദൂരത്ത് നിന്നാണ് വരുന്നത്. പുള്ളിക്ക് കഴിഞ്ഞ വർഷം സെക്കൻഡാണ് അടിച്ചത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് പ്രൈസിന് മാത്രം ക്യാഷ് കൊടുക്കുള്ളൂ. സെക്കൻഡ് പ്രൈസ് മുതൽ ചെറിയൊരു ഷോക്കേസിലൊക്കെ വെക്കാവുന്ന ചെറിയൊരു സംഭവമാണ്. പുള്ളി എൻ്റെ അടുത്ത് പറയാം, ഞാൻ കഴിഞ്ഞ വർഷം സെക്കൻഡ് അടിച്ചപ്പോൾ എന്തെങ്കിലും തടയുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഈ ബസ് കാശ് കൊടുക്കാൻ ട്രോഫി കാണിച്ചു കൊടുത്താൽ ശരിയാവില്ലല്ലോ. പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ. ഞാൻ വിചാരിച്ചു ഇത്തവണ, എനിക്കറിയാം സെക്കൻഡ് അടിച്ചാൽ പൈസ കിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ ഒരു പിടിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. ഫസ്റ്റ് അടിച്ചു, 5000 ഉറുപ്പിക കിട്ടി. വലിയ സന്തോഷമായി. പക്ഷേ 3-4 പേർക്കൊക്കെ ഫസ്റ്റ് ക്യാഷ് പാർട്ടി കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കാര്യമല്ലേ, അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ഓർഗനൈസിങ് കമ്മിറ്റിയിലെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിക്കും, ഈ ഓട്ടം എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചിട്ട് നമ്മൾ പല രീതിയിലും പല ആൾക്കാർക്കും ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഷെയർ ചെയ്യാനും പിന്നെ കുറേ പേർക്ക് സെൽഫായിട്ട് ഒരു മോട്ടിവേഷനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോസിറ്റീവായിട്ട്. പക്ഷേ ഈ ജനസമുദ്രത്തിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാറുകളുടെയും ഈ പറഞ്ഞ ഹൈഫൈ സെറ്റപ്പിൻ്റെ ഇടയിൽ
ഇതിൽ വിജയിച്ച ആള് ഒരു ശാന്തനായിട്ടൊരു ബസ് സ്റ്റോപ്പിൽ കയറി, ബസ്സിൽ കയറി, ചാലക്കുടി വണ്ടി കയറി ഇങ്ങനെ പോവാണ്. ആളാരും അറിയണില്ല. പുള്ളിയുടെ ഫോട്ടോ ഒന്നും വലിയ സ്ഥലങ്ങളിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ആ വിൽ പവർ എന്ന് പറയുന്നത്, അതായത് ഓട്ടം ഒരു ഹോബി ആയിട്ടും ഓട്ടം ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ വേണ്ടി നടക്കുന്നതിനിടയിൽ ജീവിതത്തിന്റെ ഓട്ടം പൂർത്തിയാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആൾക്കാരുടെ കൂടെ പങ്കാളിത്തമാണ് നമ്മുടെ നാടുകളിലെ ഇത്തരം പ്രോഗ്രാംസിന്റെ ഏറ്റവും വലിയ വൈവിധ്യവും അതുപോലെ തന്നെ ഒരു പ്രത്യേകതയും. എല്ലാ തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ആളുടെ ചങ്കിൻ്റെ ഉള്ളിൽ തീയാണ്. അതായത് പുള്ളി ഒരു പാഷന് വേണ്ടിയിട്ടോ സെൽഫി എടുക്കാനോ ഇതിന് വേണ്ടിയിട്ടല്ല പുള്ളി വന്നതാണ്. പുള്ളിക്ക് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അത് തടഞ്ഞിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. അപ്പൊ പുള്ളിക്ക് ദൈവം കൊടുത്തുന്ന കഴിവ് ഓടാന്നുള്ളതാണ്. അത് വെച്ച് മാക്സിമം സ്ഥലങ്ങൾ പുള്ളി കവർ ചെയ്യാണ്. അപ്പോൾ എല്ലാ മാരത്തോൺ ഇവന്റ്സിലും പങ്കെടുക്കും. കഴിഞ്ഞ വർഷം പുള്ളി 1 മണിക്കൂർ 38 സെക്കൻഡ്സിൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇത്തവണ 1 മണിക്കൂർ 31 സെക്കൻഡ്സിൽ പുള്ളിയുടെ സമയം തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് അതിരപ്പള്ളി റൺ 2.0 21 കിലോമീറ്ററിൽ ആ കാറ്റഗറിയിൽ ഏറ്റവും, അതായത് 110 പേരിൽ പുള്ളിയാണ് ഒന്നാമനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിയുടെ പേര് സുജിത് TR എന്നാണ്. അതൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹത്തെ നമ്മൾ കണ്ടുപഠിക്കേണ്ട വേറൊരു കാര്യം, പൈസയ്ക്ക് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒന്ന് പിടിച്ചു പറിക്കാനോ ഒരു ബാങ്കിന്റെ അടുത്ത് നിന്ന് കൊള്ള ചെയ്യാനോ ഒരാളെ കുത്തി മലർത്തി പോക്കറ്റ് അടിച്ചു മാറ്റാനോ വേറൊരു ഉണ്ടച്ചുരുട്ട് പരിപാടികൾക്കും നിൽക്കാതെ എനിക്കിപ്പോൾ എന്ത് കഴിവ് തന്നേണേ അത് വെച്ച് ഞാൻ പിടിക്കട്ടെ, അത് വെച്ച് ഞാൻ കയറിപ്പോട്ടെ, ആശേരിപ്പണി, കൂലിപ്പണി ഞാൻ പിടിക്കും എന്നുള്ള മട്ടിലാണ് ചില പോസിറ്റീവായിട്ടുള്ള ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ ആ ഒരു മനസ്സിന്റെ സെറ്റപ്പ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ എന്തിപ്പോ 2 ദിവസം മുമ്പ് കണ്ടില്ലേ, ഏതൊരു പീറച്ച എന്തെന്നവന് പറയണ്ടേ, വീട്ടുകാരൻ വീണും ചുറ്റിയും വാളെടുത്ത് അടിക്കുക, വേറെ ഒരുത്തൻ വേറെ കുറെ ആൾക്കാരെ കൊല്ല, നാളെ അയൽപ്പക്കത്തെ നേരെ വീട്ടിൽ ചെന്നിട്ട് ഒരു 5 ആളെ വെട്ടിക്കൊലപ്പെടുത്ത. അല്ല ഞാനപ്പോൾ ശരിക്കും ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ആലോചിച്ചൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഈവൻറ്റ്സ് നടത്തുന്ന റോട്ടറി ക്ലബിന് നമ്മൾ ഫുൾ മാർക്സ് കൊടുക്കണം. ഒന്ന്, ഈ ഓട്ടത്തിനൊക്കെ ഇതുപോലത്തെ ഈ അഫാനും കിഫാനും ഈ വക അക്രമങ്ങൾ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്ന് ആ രാവിലത്തെ വൈബിൽ 2 റൗണ്ട് ഒന്ന് ഓടി കഴിഞ്ഞിട്ടുണ്ടല്ലോ, മൈൻഡ് അവിടെ നിൽക്കും. ഒരു ചിട്ടിക്ക് എടുക്കാനും വാളെടുക്കാനും ചിലപ്പോൾ തോന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പുള്ളിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം പരിമിതികളുണ്ട്, പൈസയ്ക്ക് ആവശ്യമുണ്ട്. പക്ഷേ നേരെ വാ നേരെ പോ, നമുക്ക് സാധിച്ചെടുക്കാവുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുക എന്നുള്ളതാണ്. വളരെ ഹാർഡ് വർക്കിംഗ് ഡിറ്റർമിനഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിനെയാണ് ഞാനന്ന് പരിചയപ്പെട്ടത്. എനിക്ക് ഇത് അവൻ്റെ മനസ്സതോ നമുക്ക് ഇവരൊന്നും ഡീറ്റെയിൽഡ് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ആ സെറ്റപ്പ് കണ്ടറിയാം. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത് വേറൊരു കാര്യം ഉണ്ടല്ലോ, ഇങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ചെറിയൊരു പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ച 2 കാര്യമാണ്. ഒന്നൊരു ബീഹാർ പയ്യൻ മലയാളം എന്നറിയാണ്ട് തപ്പിത്തടഞ്ഞ് അവൻ്റെയിലും ഈ GPay പ്രശ്നമുണ്ട്, കാശില്ല. അപ്പോൾ അവൻ അവിടെ കിടന്നിട്ട് കണ്ടക്ടറോട് മാലിസ് കാണിച്ചപ്പോൾ ഈ പുള്ളിയുടെ ഫ്രണ്ടിലാണ് വരുന്നത്. ഈ പുള്ളി അവൻ്റെ ബസ് കാശും കൂടി എടുത്തു കൊടുത്തു. അവനപ്പോൾ GPay ചെയ്യാന്നൊക്കെ പറഞ്ഞ് സ്കാനിങ് പരിപാടിയൊക്കെ തുടങ്ങി. ഈ പുള്ളി പറഞ്ഞു സാരിൽ വെച്ചോളാൻ പറഞ്ഞു. പിന്നെ കണ്ട കാര്യം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു വല്യപ്പൻ അടുത്ത സ്റ്റോപ്പിൽ കയറി. ഒന്നും ആലോചിക്കണില്ല, 2 തവണ ആലോചിക്കേണ്ട കാര്യമില്ലാന്ന്. പുള്ളി എനിറ്റാ കൊടുക്കാണ് ചേട്ടനോട് ഇരുന്നോളം പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം മൈൻഡ് സെറ്റായി കഴിഞ്ഞാൽ പല നല്ല കാര്യങ്ങളും നടക്കും. നന്ദി, നമസ്കാരം.